ഇവിടെ ഇവൾ ഒരു കുട്ടിയെ ദത്തെടുക്കാനായി ഒരു അനാഥാലയത്തിൽ പോവുകയാണ്. എന്നാൽ നന്നായി പഠിക്കുന്ന അനുസരണയുള്ള കുട്ടിയെയല്ല അവൾ തിരഞ്ഞെടുക്കുന്നത്. പകരം അവൾ പ്രശ്നക്കാരനായ ഒരു പയ്യനായിരിക്കും, അതും അവിടെ പണം മോഷ്ടിച്ചവനെ. അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളെല്ലാവരും അവളോട് ഈ ഒരു തീരുമാനത്തിൽ ഒന്നും കൂടി ചിന്തിക്കാനായി പറഞ്ഞു. അവന് മറ്റ് നിരവധി ഗുരുതര ക്രിമിനൽ സ്വഭാവമുണ്ട്. പക്ഷേ സത്യം അവൾക്ക് മാത്രമേ അറിയൂ. അവളുടെ കസിൻ വളരെ കാലം മുന്നേ അവളുടെ കുഞ്ഞിനെ മോഷ്ടിച്ചിരുന്നു. അതും അവളോട് പ്രതികാരം ചെയ്യാനായി. അവൾക്കൊരു മികച്ച ജോലിയും സന്തുഷ്ടമായ കുടുംബമുണ്ടായിരുന്നു. എന്നാൽ അവളുടെ മുൻജന്മത്തിൽ കസിനുമായി അവളുടെ ഉടമസ്ഥയിലുള്ളതെല്ലാം ക്രമേണ നഷ്ടപ്പെട്ടു. അവളുടെ നല്ല ജോലിയും നല്ല ജീവിതമെല്ലാം നശിപ്പിച്ചു. അവളുടെ മകൻ പോലും അവളുടെ കസിനെ അമ്മയെ പോലെയാണ് കാണാൻ തുടങ്ങിയത്. അവസാനം അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ആ ലേഡി മാനസികമായി അവളെ തളർത്തി ഉയരമുള്ള കെട്ടിടത്തിൽ നിന്ന് ചാടാൻ പ്രേരിപ്പിച്ചു. എന്നാൽ അടുത്ത നിമിഷം അവൾ വീണ്ടും പുനർജനിച്ചു. ഒരു വർഷം മുമ്പ് അവളുടെ കസിൻ ആദ്യമായി അവളോട് സഹായം ചോദിച്ച ദിവസമായിരുന്നത്. അതിനവൾ സമ്മതിക്കുന്നു. എന്നാൽ അവൾ മനഃപൂർവ്വം കസിനിട്ട് പണിയൊടുക്കാനായി പഴയ ഉപേക്ഷിക്കപ്പെട്ട പ്ലാനായിരിക്കും നൽകുക. എന്നിരുന്നാലും കസിൻ കരുതി ഇവൾ ആ സ്ത്രീയെ വഞ്ചിച്ചെന്ന്. ഉടനെ ഇവൾ എല്ലാ ക്ലയൻറ്റുകളെയും മാറ്റാനായി സിസ്റ്റത്തിന് ഉത്തരവിട്ടു. അടുത്ത ദിവസം ക്ലയൻറ്റ് മീറ്റിംഗ് നടക്കുകയാണ്. കസിൻ ക്ലയൻറ്റുകൾക്ക് കൈ പോലും കൊടുത്തില്ല, ഓടിപ്പോയി. സോ ക്ലയൻറ്റ് അവളെ പൂർണ്ണമായി അവഗണിച്ചു. അവളായിരിക്കും കൈ കൊടുക്കുന്നത്. അത് കണ്ട കസിൻ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അന്നേരം കമ്പനിയുടെ സഹപ്രവർത്തകർ ബോസ് വരുമ്പോൾ കസിൻ അവളോട് ഇവൾ തൻ്റെ ക്ലയൻറ്റിനെ വശത്താക്കാൻ നോക്കിയെന്ന് വാദിക്കുകയാണ്.